ഫുട്ബോൾ ലോകത്ത് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട പേര് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചുവന്ന ചെകുത്താന്മാരെന്ന് ഒരു കാലഘട്ടത്തെ അവരെ വിശേഷിപ്പിച്ചിരുന്നു. ഒരു കൂട്ടം ആരാധകർക്ക് വിഷമത്തിൻ്റെയും ലജ്ജയുടെയും നാടിട വഴികളിലൂടെ കടന്നുപോയപ്പോൾ പലരും മുഖം തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കാലത്ത് കൊടികുത്തി വാഴുന്നിരുന്ന യുണൈറ്റഡ് പിൽക്കാലത്ത് എങ്ങനെയാണ് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബായി മാറിയത്? അതെ, തിരിച്ചുവരവിനായി വലിയ വലിയ ശ്രമങ്ങൾ നടത്തി. പല താരങ്ങളെ എത്തിച്ചു കൊണ്ടിരുന്നു. അതിലുപരി പല പരിശീലകന്മാരെയും ടീമിലെത്തിച്ചു. പക്ഷേ അതൊന്നും അവർക്ക് മതിയായി വന്നിരുന്നില്ല. എന്നാൽ ഇന്നിൻ്റെ പുലരിയിലിതാ യുണൈറ്റഡ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ടെൻ ഹാഗിൻ്റെ കീഴിൽ ഒരുപറ്റം യുവനിരകളെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ FA കപ്പ് പോരാട്ടം അതിന് ഉദാഹരണം തന്നെയാണ്. ക്ലോപ്പിൻ്റെ ലിവർപൂളിനെ നേരിടുമ്പോൾ ഓൾഡ് ട്രാഫോർഡ് എന്ന മുൻതൂക്കം മാത്രമാണ് യുണൈറ്റഡിന് കൈക്കൊള്ളാനുള്ളത്. സലാഹും ഡിയസും മെക്കലിസ്റ്ററും വേണ്ടിക്കും അടങ്ങുന്ന ക്ലോപ്പിൻ്റെ സംഘത്തെ തകർത്തെറിയാൻ പാകമാക്കിയിട്ടാണ് ടെൻ ഹാഗ് തൻ്റെ താരങ്ങളെ മൈതാനത്തേക്ക് വിട്ടത്. മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ തന്നെ മെക്ടോമിനയിലൂടെ യുണൈറ്റഡ് ആധിപത്യം കുറിച്ചു. പ്രതീക്ഷകളുടെ മുഴുവൻ മുഖങ്ങളും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. യുണൈറ്റഡിൻ്റെ ആ ആധിപത്യം ലിവർപൂളിനെ ചൊടി പിടിപ്പിച്ചിരിക്കണം. ആദ്യ ഹാഫിൻ്റെ അവസാനത്തിലേക്ക് കടക്കുംതോറും ലിവർപൂൾ അറ്റാക്ക് അതിശക്തമായി തുടർന്നു. 44-ാം മിനിറ്റിൽ സ്പേസ് കണ്ടെത്തിയ ലിവർപൂൾ ഡിഫൻഡർ പന്ത് നേരെ ന്യൂനീസിലേക്ക് നൽകുന്നു. ഒരൊറ്റ ടച്ചിൽ ബോക്സിനുള്ളിൽ കാത്തിരിക്കുന്ന മെക്കലിസ്റ്ററിൻ്റെ കാലുകളിലേക്ക് ആ പന്തിനെ എത്തിവെക്കപ്പെട്ടു. ഒരു വെടിച്ചില്ല് ഗോളിന് ഓൾഡ് ട്രാഫോർഡ് സാക്ഷ്യം വഹിച്ചു. ഇറ്റ് ഈസ് 1-1. തൊട്ടുപിറകെ തന്നെ മുഹമ്മദ് സലയും സ്കോർ ബോർഡിനെ 2-ലേക്ക് ഉയർത്തി. മത്സരം അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പിരിഞ്ഞു. 71-ാം മിനിറ്റിൽ ടെൻ ഹാഗിൻ്റെ ഒരു ക്ലാസിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ബ്രസീലിയൻ താരം ആൻ്റണി കളിക്കളത്തിലേക്ക് വരുന്നു. കടന്നുവരവ് 87-ാം മിനിറ്റിൽ ഒരു ഗോളിന് തന്നെ വഴിയൊരുക്കി. അതെ, ആൻ്റണി ഗോൾ കണ്ടെത്തി. ഇറ്റ് ഈസ് 2-2. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകും മുമ്പ് തന്നെ റാഷ്ഫോർഡിൻ്റെ ഒരു അവസരത്തെ ഓർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ സങ്കടപ്പെട്ടിരിക്കണം. വീണ്ടും മത്സരം ആരംഭിച്ചു. 105-ാം മിനിറ്റിൽ എല്ലിയോട്ടിൻ്റെ ഗോളിന് ലിവർപൂൾ ലീഡ് ഉയർത്തി. സകല പ്രതീക്ഷകളും ഓൾഡ് ട്രാഫോർഡിൽ അസ്തമിച്ചു തുടങ്ങി. പക്ഷേ ആരാധകരെ സങ്കടത്തിലേക്ക് ആഴ്ത്താതെ തന്നെ 112-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് വീണ്ടും ലക്ഷ്യം കണ്ടു. ഇറ്റ് ഈസ് 3-3. വാട്ട് എ മാച്ച്! പിന്നീട് മത്സരത്തിൻ്റെ ഗതികളെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. 120-ാം മിനിറ്റിലേക്ക് മത്സരം പ്രവേശിച്ചു. പെനാൾട്ടിയും മുമ്പിൽ കണ്ടിട്ടാണ് ഇരു ടീമുകളും പോരാടുന്നത്. അവിടെയാണ് ഗർനാച്ചോയുടെ ഒരു ഒറ്റയാൾ മുന്നേറ്റം. ഈ ഒറ്റയാൾ മുന്നേറ്റത്തിന് 21-കാരനായ അമദ് ഡിയാലോ കൂട്ടുകൂടുന്നു. അതെ, പന്ത് ഗർനാച്ചോ നേരെ ഡിയാലോയിലേക്ക് നൽകി. ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും തൊടുത്തുവിട്ട ഷോട്ട് ബാറിൽ തട്ടിക്കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുന്നു. വാട്ട് എ മാച്ച് ആൻഡ് വാട്ട് എ വിൻ! പഴയ യുണൈറ്റഡിനെ വീണ്ടും കണ്ടുമുട്ടി. 3-4 എന്ന സ്കോർ ലൈനിൽ സെമി ഫൈനലിലേക്ക് യുണൈറ്റഡ് പ്രാപ്തരായി. ഇനിയും ആവർത്തിക്കട്ടെ ഇതുപോലുള്ള അത്ഭുതങ്ങളെന്ന് ആശംസിച്ചുകൊള്ളുന്നു.